ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് ശൂന്യംകാര്യത്തെക്കുറിച്ച് ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്ന വിഷയം ഔദാര്യം അഥവാ ജനറോസിറ്റി. ദൈവം നമ്മൾക്ക് നൽകിയ അനുഗ്രഹത്തിൽ നിന്നും സൗജന്യമായി എളിയവരെ സഹായിക്കുന്നതിനെയാണ് ഔദാര്യം എന്ന് പറയുന്നത്. ഔദാര്യ മനസ്സോടെ സഹായിക്കുന്നത് ഒരു സൽക്രിയയാണ്. ശൂന്യംകാരത്തി ഔദാര്യ ഗുണമുള്ള ഒരു സ്ത്രീയായിരുന്നു. എലീശ പ്രവാചകൻ ശൂനേമിലെത്തിയപ്പോൾ ശൂന്യംകാരത്തി പ്രവാചകനെ വീട്ടിലേക്ക് ക്ഷണിച്ച് ആഹാരം നൽകുന്നു. ഈ ഒരു നേരം മാത്രമല്ല അവൾ ആഹാരം നൽകുന്നത്. അതിനുശേഷം പ്രവാചകൻ അതുവഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെയാണ് കയറിയിരുന്നത്. അവൾ സന്തോഷത്തോടെ ഔദാര്യ മനസ്സോടെയാണ് എലീശ പ്രവാചകനെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തിരുന്നത്. ആഹാരം നൽകുന്നതുകൊണ്ട് മാത്രം അവൾ സഹായം ചെയ്യുന്നത് നിർത്തുന്നില്ല. എലീശ പ്രവാചകൻ യാത്ര ചെയ്ത് വളരെയധികം ക്ഷീണിച്ചാണ് വരുന്നതെന്ന് മനസ്സിലാക്കി ഭർത്താവിൻ്റെ സമ്മതത്തോടെ പ്രവാചകന് വിശ്രമിക്കുവാനായിട്ട് അടിസ്ഥാന സൗകര്യങ്ങളോടുകൂടെ ഒരു മാളിക മുറിയും പണിതു കൊടുക്കുന്നു. ഈ സേവനത്തിന് അവൾക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം ചെയ്യുവാനായിട്ട് എലീശ പ്രവാചകൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അവൾ താഴ്മയോടെ നിരസിക്കുകയാണ് ചെയ്തത്. എന്തെന്നാൽ ദൈവം തനിക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിന്നും ഔദാര്യ മനസ്സോടെ യാതൊരു പ്രതിഫലവും ഇച്ഛിക്കാതെയാണ് പ്രവാചകന് വേണ്ടി ഈ സഹായം ചെയ്തു കൊടുത്തത്. അതിനുള്ള പ്രതിഫലവും അവൾക്ക് ലഭിച്ചു. നമ്മൾ ഔദാര്യ മനസ്സോടെ എളിയ ദൈവദാസന്മാരെ സഹായിക്കുന്നത് ദൈവസന്നിധിയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സൽക്രിയയാണ്. ഔദാര്യത്തോടെ സഹായിക്കുന്നതിനെക്കുറിച്ച് വചനത്തിൽ എന്താണ് പറയുന്നതെന്ന് നമ്മൾക്ക് ഒന്ന് നോക്കാം. റോമൻസ് 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നത് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ നാം കൂട്ടായ്മ കാണിക്കണം എന്നാണ്. കൂട്ടായ്മ കാണിക്കണം എന്നാൽ നമ്മൾ ഷെയർ ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ദൈവം നമ്മൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ നിന്നും ദൈവദാസന്മാരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരെ ഔദാര്യ മനസ്സോടെ സഹായിക്കണം. ഹീബ്രൂസ് 13-ാം അധ്യായം 16-ൽ നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്, ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. നമ്മൾ വിശുദ്ധന്മാർക്ക് നന്മ ചെയ്ത് ഔദാര്യ മനസ്സോടെ അവരെ സഹായിക്കുന്നത് ദൈവസന്നിധിയിൽ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായിട്ടാണ് കാണുന്നത്. വിശുദ്ധന്മാർക്ക് ഔദാര്യ മനസ്സോടെ സഹായം ചെയ്യുന്നതിനെ കുറിച്ച് 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. വിശുദ്ധന്മാർക്ക് ഔദാര്യ മനസ്സോടെ കൊടുക്കുമ്പോൾ പിശുക്കായിട്ടല്ല, ധാരാളമായിട്ട് കൊടുക്കണം എന്ന് പറയുന്നു. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യുന്നു, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ കൊടുക്കുന്ന അളവിനനുസരിച്ച് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നു എന്നാണ്. വിശുദ്ധന്മാർക്ക് കൊടുക്കുമ്പോൾ സങ്കടത്തോടെയോ നിർബന്ധത്താലെയോ കൊടുക്കരുത്, സന്തോഷത്തോടെ കൊടുക്കണം എന്നാണ് പറയുന്നത്. സന്തോഷത്തോടെ കൊടുക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. ഇങ്ങനെ വിശുദ്ധന്മാർക്ക് നമ്മൾ സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന കൂട്ടായ്മയുടെ ഔദാര്യ നിമിത്തം അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഔദാര്യം മനസ്സോടെ കൊടുക്കുന്നതിനെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും എന്ന്. ഔദാര്യ മനസ്സോടെ കൊടുക്കുന്നവർക്ക് ഉള്ള പ്രതിഫലം അളവില്ലാതെ ആണ് എന്ന് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. സദൃശവാക്യങ്ങൾ 19-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മയ്ക്ക് യഹോവ പകരം കൊടുക്കും. അതിൻ്റെ അർത്ഥം ഔദാര്യ മനസ്സോടെ എളിയ ദാസന്മാർക്ക് കൊടുക്കുന്നത് യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നത് പോലെയാണ്. ചെയ്ത നന്മയ്ക്ക് യഹോവ പ്രതിഫലം കൊടുക്കും. വീണ്ടും സദൃശവാക്യം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ പറയുന്നു, ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും എന്ന്. അതായത് പ്രോസ്പർ ചെയ്യും, അവന് സമൃദ്ധി ഉണ്ടാകുമെന്ന്. 112-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നു, കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും, വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും, അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല എന്ന്. ഇവിടെ ഔദാര്യ മാനസിനെ കുറിച്ചും
അവന് ദൈവത്തിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത്. ഔദാര്യ മനസ്സോടെ ദാനം ചെയ്യുന്നവന് ജീവിതത്തിൽ നന്മയുണ്ടാകും. തൻ്റെ ജീവിതത്തിൽ ഒരു വ്യവഹാരം ഉണ്ടാകുമ്പോൾ ജ്ഞാനത്തോടും നീതിയോടും കൂടെ അവനത് നിവർത്തിക്കും. അവൻ ലജ്ജിതനാകുകയില്ല. അവൻ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അവന് അനുകൂലമായിരിക്കും. അവനെ കാത്തു സൂക്ഷിക്കും. അവൻ്റെ കാലടികൾ സ്ഥിരമായിരിക്കും. അവന് വീഴ്ച സംഭവിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തു പറയുന്നു, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന്. ഇവിടെ ഭാഗ്യത്തിന് അനുഗ്രഹം എന്നർത്ഥം. അതായത് ഔദാര്യ മനസ്സോടെ കൊടുക്കുന്നത് ഒരു അനുഗ്രഹമാണ്. 1 തിമോത്തി 6:18 പ്രകാരം വായിക്കുന്നു, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നന്മ ചെയ്ത് സൽക്രിയകളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി നിത്യജീവനുള്ള അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവീൻ എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഔദാര്യ മനസ്സോടെ എളിയവരെ സഹായിക്കുന്നത് ദൈവസന്നിധിയിൽ ഒരു സൽക്രിയയാണ്. നമ്മൾ ചെയ്യുന്ന സൽക്രിയകളൊക്കെയും സ്വർഗത്തിൽ നമ്മൾ സ്വരൂപിക്കുന്ന നിക്ഷേപങ്ങളാണ്. ശൂന്യംകാരി നമ്മൾക്ക് ഒരു നല്ല മാതൃകയാണ്. ദൈവം നമ്മൾക്ക് നൽകിയിട്ടുള്ള സാമ്പത്തികമായ അനുഗ്രഹങ്ങളിൽ നിന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദൈവദാസന്മാരെ നമ്മൾ സന്തോഷത്തോടെ ഔദാര്യ മനസ്സോടെ സഹായിക്കണം. ഇത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമാണ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.